നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരള ഹൈക്കോടതിയിലെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്മാരുടെ ഒഴിവുകളിലേക്ക് സംവരണ സമുദായങ്ങളിൽപ്പെട്ടവർ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇത് ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. നേരത്തെ നോട്ടിഫൈ ചെയ്ത ആളിനെ ലഭിക്കാൻ കാരണം റീനോട്ടിഫിക്കേഷൻ ആണ്. വിവിധ സംവരണ സമുദായങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമാണ് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക. ഇത് ഓൺലൈനായിട്ട് വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. https:/hckrecruitment.keralacourts.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ളത്. പോസ്റ്റിന്റെ പേര് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ 37,400 മുതൽ 79,000 സ്കെയിൽ ശമ്പളം ലഭിക്കുക. ഇതിലേക്ക് ഷെഡ്യൂൾഡ് ട്രൈബിന് 2 വേക്കൻസി ഉണ്ട്. ഹിന്ദു നാടാർ 1, വിശ്വകർമ്മ 1, ഷെഡ്യൂൾഡ് കാസ്റ്റ് 2, മുസ്ലിം 2, OBC 1 എന്നിങ്ങനെയാണ് വേക്കൻസികൾ. ഇതിലേക്ക് SC/ST-കാരായിട്ടുള്ളവർക്കും മറ്റ് സമുദായങ്ങളിൽപ്പെട്ടവർക്കും നോൺ ക്രിമിനലായിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്ക് അപേക്ഷിക്കേണ്ടതില്ല. അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ റിജക്ട് ചെയ്യപ്പെടുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഏതെങ്കിലും വിഷയത്തിലുള്ള അംഗീകൃത സർവകലാശാല ബിരുദം, അതുപോലെ KGT ഹയർ ടൈപ്പിംഗ് ഇംഗ്ലീഷ്, KGT ഹയർ ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷും ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ആണ്. കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇപ്പൊ ഈ നോട്ടിഫിക്കേഷൻ ഇതനുസരിച്ച് ക്ലോസിംഗ് ഡേറ്റിന് മുമ്പ് അറ്റൈൻ ക്വാളിഫിക്കേഷൻ ഉള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ SC/ST-കാരായിട്ടാണെന്നുണ്ടെങ്കിൽ അവർക്ക് 2/1/84 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം. OBC ആണെന്നുണ്ടെങ്കിൽ 2/1/86 1/1/2007 ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അതുപോലെ ഡിസബിലിറ്റി ഉള്ളവർക്ക്, ബ്ലൈൻഡ് ആയിട്ടുള്ളവർക്കും ഡീഫ് ആയിട്ടുള്ളവർക്കും 15 years റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിക്റ്റേഷൻ ടെസ്റ്റും ഇന്റർവ്യൂ ഉണ്ട്. അതിന്റെ ബേസ് ആയിരിക്കും സെലക്ഷൻ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഡിക്റ്റേഷന് 100 മാർക്കും ഇന്റർവ്യൂവിന് 10 മാർക്കും ആയിരിക്കും. 50% മാർക്കെങ്കിലും ഉള്ളവർ മാത്രമേ ക്വാളിഫൈ ചെയ്യത്തുള്ള കാര്യം മനസ്സിലാക്കുക. ഡിക്റ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജ്മെന്റിന് ഒരു പാർട്ടായിരിക്കും, ഒരു പാസേജ് ആയിരിക്കും. 1100 മുതൽ 1200 വേർഡ്സ് വരെയുള്ളതായിരിക്കും. അത് 10 മിനിറ്റ് കൊണ്ട് അത് ടൈപ്പ് ചെയ്തെടുക്കണം, നോട്ട് ചെയ്തെടുക്കണം. അതാണ് ഡിക്റ്റേഷൻ ടെസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. 500 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST-കാരായിട്ടുള്ളവർക്ക് അപേക്ഷാ ഫീസ് ഇല്ല. ബാക്കി എല്ലാവരും അപേക്ഷാ ഫീസായിട്ട്, ഡിസബിലിറ്റി ഉള്ള അൺഎംപ്ലോയ്ഡ് ആയിട്ടുള്ളവർക്കും അപേക്ഷ ഫീസ്, ബാക്കി എല്ലാവരും 500 രൂപ അപേക്ഷാ ഫീസായിട്ട് സമർപ്പിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഒരു ഇമെയിൽ അയക്കുക. നിങ്ങൾ recruitment.hckkerala@NIC.in എന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങൾ ഒരു ഇമെയിൽ അയക്കുക. അപ്പം നിങ്ങൾക്ക് റിക്രൂട്ട്മെന്റ് പോർട്ടൽ അങ്ങനെയുള്ളവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് അപേക്ഷിക്കാനായിട്ട് കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. അതുപോലെ ഡോക്യുമെന്റ്സ്, ഏജ്, ക്വാളിഫിക്കേഷൻസ്, കാസ്റ്റ്, കമ്മ്യൂണിറ്റി, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ കോപ്പിയോട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിന്റെ ഈ പറഞ്ഞിരിക്കുന്ന സർട്ടിഫിക്കറ്റ്സ് ഒക്കെ https:/hckrecruitment.keralacourts.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സർവീസിലുള്ളവരാണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമായിട്ടൊരു 1 ടൈം ഈ സൈറ്റിൽ പോയിട്ട് ഒരു 1 ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. അതിന് 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ആ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം നിങ്ങൾ അതിനുശേഷം ഓപ്പൺ ചെയ്തതിനു ശേഷം ഹൗ ടു അപ്ലൈ എന്നുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രം അപേക്ഷിക്കുക. ഹോൾ ടിക്കറ്റ് ഒക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ സൈറ്റിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കണം. നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തതിൽ നമുക്ക് ഹോൾ ടിക്കറ്റ് പരീക്ഷ സമയത്ത് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. ഇതിലേക്കുള്ള പ്രധാനപ്പെട്ട തീയതികൾ: ആപ്ലിക്കേഷൻ 2020 ജൂൺ 10 മുതൽ ജൂലൈ 8 വരെ സമർപ്പിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഓഫ്ലൈൻ ചെല്ലാൻ, ഫീസ് അടയ്ക്കാനുള്ള ചെല്ലാൻ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ 11-ാം തീയതി വരെ സമയം, ചെല്ലാൻ ഓഫ്ലൈനായിട്ട് ഫീസ് അടയ്ക്കാൻ 18-ാം തീയതി വരെയും സമയം ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി 0484256235 എന്ന റിക്രൂട്ട്മെന്റ് സെൽ, ഹൈക്കോടതിയിലെ റിക്രൂട്ട്മെന്റ് എക്സ്റ്റൻഷൻ സെല്ലിന്റെ നമ്പറാണ്. 10 മണി മുതൽ 4:30 വരെ ഈ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കോൺടാക്ട് ചെയ്ത സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ താല്പര്യമുള്ളവരെ ഈ അവസരം പരമാവധി ബന്ധപ്പെടുന്നത് 2025 ജൂലൈ 8 വരെ ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. താങ്ക് യു.